ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി തൻ്റെ കഥകൾ പറയാണ് കേട്ടോ. നിധി തൻ്റെ മുത്തശ്ശിയുടെ ആ ഗ്രാമത്തെക്കുറിച്ച് ഇങ്ങനെ ഗൗതമിനോട് പറഞ്ഞു കൊടുക്കണം. ഗൗതം, നീ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ ഡ്രസ്സ് എടുത്തേക്ക്. അപ്പോൾ അത് സ്വിറ്റ്സർലാൻഡ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറമാണ് അവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അത് പുകഴ്ത്തുമ്പോൾ ഗൗതമിന് ഒരുപാട് ത്രില്ലാവണം കേട്ടോ. എന്നാൽ വസുന്ധരയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല. വസുന്ധര ഒറ്റ ദിവസം പോലും നിൽക്കാതെ അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈശ്വരി അമ്മയുടെ അടുത്തോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇവർ ആ ഗ്രാമത്തിലെത്താണ്. അങ്ങനെ വസുന്ധര ചെന്നിറങ്ങുമ്പോൾ ഒരു ചെറിയ ഇടുങ്ങിയ വീടായിരിക്കട്ടെ. ഇത് കാണുന്ന വസുന്ധരയുടെ കണ്ണ് മഞ്ഞളിക്കാണ്. ഈശ്വര, ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്ന എൻ്റെ ഗൗതമൻ ഈ ഇടുങ്ങിയ വീട്ടിൽ എങ്ങനെ താമസിക്കും? AC ഇല്ല, ഒന്നുമില്ലാതെ എങ്ങനെ താമസിക്കും എന്ന ഒരു ചിന്താഗതിയോടുകൂടി വസുന്ധര നിൽക്കാൻ കേട്ടോ. ഇതേ സമയം അവരവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവരെ ക്ഷണിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ അവിടെ കോലം കൊണ്ട് ഗൗതമും നിധിയെയും വരവേൽക്കുന്ന ആ ഒരു വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവർ വരുമ്പോൾ ഈശ്വരിയമ്മ എൻ്റെ മക്കൾ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കയറി വരൂ, നിങ്ങളെന്താ അവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ, ഗൗതം നീ പോണ്ട, ഇങ്ങനെ ഒരു ഇടുങ്ങിയ വീട്ടിലോട്ട് നീ പോവരുത് എന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ കൈകൾ അങ്ങ് പിടിച്ചു വലിക്കുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ ഗൗതം കാണിക്കുന്നത് വിടമ്മേ എന്ന് പറഞ്ഞിട്ട് കൈകൾ ഒരൊറ്റ തട്ടങ്ങ് തട്ടിയിട്ട് ഗൗതം ആ വീട്ടിലോട്ട് കയറാൻ ഒരുങ്ങുമ്പോഴേക്കും ഇവിടെ രേണുകയാണ് കേട്ടോ ആരതി ഒഴിയാൻ എത്തുന്നത്. അങ്ങനെ രേണുക ആരതിയൊക്കെ ഒഴിഞ്ഞു കൊണ്ടുവരികയാണ് കേട്ടോ. ഇതേ സമയം ഇവർക്ക് ഹാരമിട്ട് കൊടുക്കാൻ ആ നാട്ടിലെ ജനങ്ങളെല്ലാവരെയും ഈശ്വരിയമ്മ ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ അവരെല്ലാവരും കൂടി വന്നിട്ട് ഇങ്ങനെ ഹാരമിട്ട് സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ ആ മുത്തശ്ശി, അതായത് ഈശ്വരിയമ്മ കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. കൂളിങ്ങുള്ള കണ്ണടയായിരിക്കും. അതുകൊണ്ട് തന്നെ ഗൗതമിൻ്റെയും നിധിയുടെയും അടുത്തെത്തുമ്പോൾ, നിധി നീ എന്ത് സുന്ദരിയാണ്, നല്ല വെളുത്ത പെൺകുട്ടിക്ക് നിനക്ക് കറുത്ത ചെറുക്കനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ ഈശ്വരിയമ്മ പറയുമ്പോൾ ഇതൊട്ടും വസുന്ധരയ്ക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. വസുന്ധരയുടെ സ്വഭാവത്തിന് അങ്ങ് മാറ്റം വന്നു. വസുന്ധര പറയണേ, നിങ്ങൾ എൻ്റെ മകനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വന്ന് മനഃപൂർവ്വം അപമാനിക്കുകയാണോ എന്ന് പറയുമ്പോൾ നിധി അവിടെ ചിരിച്ചും കൊണ്ട്, എൻ്റെ മുത്തശ്ശി ഈ കണ്ണിൽ വെച്ചിരിക്കുന്ന ഈ കണ്ണട എങ്ങ് മാറ്റി വെക്കുക, അതോടുകൂടി കാണാമെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ആ കണ്ണട മാറ്റുമ്പോൾ, അയ്യോ എന്തൊരു തെറ്റാണ് ഞാൻ ചെയ്തത്, എൻ്റെ അമ്മോ, എൻ്റെ പൊന്നു മോനെ എന്ത് വെളുത്ത് സുന്ദരനാണ്, പക്ഷേ ഞാൻ ഈ കണ്ണട വെച്ചപ്പോൾ കറുത്തിട്ടാണെന്ന് വിചാരിച്ച് എൻ്റെ മോനെ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ ഈശ്വരിയമ്മ പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ വസുന്ധരയ്ക്ക് ഒരു ചെറിയൊരു തുറുപ്പ് ചീട്ട് കിട്ടിയല്ലോ, ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റിയ ആ ഒരു ആയുധം. അപ്പോൾ വസുന്ധര പറയണേ, അതെ, നിങ്ങളെൻ്റെ മകനെ വിളിച്ചു വരുത്തിയിട്ട് അഭിമാനിക്കാനാണോ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ അവിടെ ഗൗതം ഞെട്ടി നിൽക്കാൻ കേട്ടോ. ഇതേ സമയം ഈ ഈശ്വരിയമ്മ ആള് മോശക്കാരിയൊന്നല്ല, വസുന്ധരയേക്കാൾ ഡബിൾക്ക് ഡബിളുള്ള ആ ഒരു സാധനമായിരിക്കൂട്ട. അങ്ങനെ ഈശ്വരിയമ്മ പറയും, നിങ്ങളുടെ മകനെ ഞാൻ അപമാനിച്ചൊന്നിട്ടില്ലല്ലോ, കറുത്തതും വെളുത്തതും സ്വാഭാവികമല്ലേ, നിങ്ങളിപ്പോൾ ഇത്ര വെളുത്തിട്ടൊന്നുമല്ലല്ലോ, നിങ്ങളിപ്പോഴും കറുത്തിട്ടല്ലേ, ഏകദേശം ഇരുനിറന്ന് നിങ്ങളെ പറയാലോ എന്നിങ്ങനെ വസുന്ധരയെ പറയുമ്പോൾ വസുന്ധര തന്നെ മറ്റുള്ളവരുടെ മുഖത്തോട്ട് നോക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. ഇതാൾ കുഴപ്പമില്ലല്ലോ, എന്നെ കറുത്തിട്ടെന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ എന്താ പറയേണ്ടതെന്ന ഭാവത്തിൽ ഇങ്ങനെ വസുന്ധര നിൽക്കുക. നിങ്ങളെന്താ പറയുന്നതെന്ന് പറയുമ്പോൾ, എനിക്ക് മനസ്സിലായി, ഞാൻ ഇവൻ്റെ അമ്മയാണ് എന്ന് വസുന്ധര അങ്ങ് പറഞ്ഞ ഉടനെ, നിങ്ങൾ ഇവൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ നിധി പറയാണ്, അമ്മയെ പോലെ എന്ന് പറയാനിട്ടാ. ഇത് കേൾക്കുന്ന എന്താ കുട്ടി നീ പറഞ്ഞത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതെ, ശരിക്കും ഈ വന്നിരിക്കുന്ന ആൻറ്റി ഗൗതമിൻ്റെ അമ്മയെ പോലെയാണ്, അമ്മ എന്ന് വിളിക്കും. അപ്പോൾ ഇത് കേട്ട ഈശ്വരിയമ്മ പറയണ, അമ്മയെ പോലെയല്ലേ ഉള്ളൂ, അമ്മയൊന്നല്ലല്ലോ, അമ്മയുടെയോളം വരില്ലല്ലോ വേദന നിനക്ക്, പെറ്റമ്മ എന്തായാലും പെറ്റമ്മ, പോറ്റമ്മക്ക് അത്ര വേദന ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കാട്ടിക്കൂട്ടൽ മാത്രമല്ലേ, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നും ഈ വന്നിരിക്കുന്ന ഗൗതമിനെ കൊണ്ടുപോകാനുള്ള ആ അടവുകളല്ലേ നിങ്ങൾ ഈ പ്രയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ വസുന്ധര ആകെ ചമ്മിപ്പോയിട്ടാ. ഇതേ സമയം ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന വസുന്ധര വായടക്കണ്. എന്നിട്ട് വസുന്ധരയോട് പറയണേ, എന്തായാലും ഇവർക്ക് ഹാരമിഞ്ഞിട്ട് സ്വീകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പൂമാലയൊക്കെ ഇട്ട് അവരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വരും മക്കളെ എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറ്റിക്കൊണ്ടു പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ ചെറിയ ചെറിയ കസേരകൾ, സോഫയൊന്നുമില്ല, ഇങ്ങനെ വടികൊണ്ട് ആ ഒരു ചൂരൽ കസേരയിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ വസുന്ധരയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അയ്യോ എന്തൊരു കഷ്ടം എന്നുള്ള ഭാവത്തിൽ വസുന്ധര ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വസുന്ധര ഇരിക്കുമ്പോൾ
അവിടെ കുടിക്കാനും മക്കൾക്ക് എന്തെങ്കിലും കൊടുന്നു കൊടുക്കുക എന്ന് ഇഷ്രീം അങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ രക്ഷപ്പെട്ട്, ഫ്രിഡ്ജൊന്നും ഉണ്ടാവില്ല ഇവിടെ, ഇതെല്ലാം തണുത്തത് എൻ്റെ മകൻ കുടിക്കുള്ളൂ, ഇതിൻ്റെ മുകളിൽ അങ്ങ് പിടിച്ചു തൂങ്ങാമെന്ന് വസുന്ധര മനസ്സുകൊണ്ട് തീരുമാനിക്കുമ്പോഴാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഈ ഒരു കുടിക്കാനുള്ള ആ ഒരു ഇതൊക്കെ കൊടുക്കുന്ന കേട്ടോ ഡ്രിങ്ക്. അങ്ങനെ ആ ഒരു ജ്യൂസ് അങ്ങ് എല്ലാവരും എടുക്കുമ്പോൾ വസുന്ധര അതിലോട്ട് നോക്കുമ്പോൾ വെള്ള കളറിലുള്ള എന്തോ ഒരു സാധനമാണ്. അങ്ങനെ വസുന്ധര അത് കുടിച്ചിട്ടില്ല. അങ്ങനെ ഗൗതം ഇങ്ങനെ ചുണ്ടിലോട്ട് ഇങ്ങനെ വെക്കുമ്പോഴേക്കും ഗൗതമിനെ അത് കുടിച്ചിട്ട് മതിയാവുന്നില്ല. അപ്പോൾ ഈ സമയം വസുന്ധര പറയും, അയ്യോ ഇതെന്താ സ്റ്റീൽ ഗ്ലാസ്സിലാണോ എൻ്റെ മകനിക്ക് ജ്യൂസ് കൊടുത്തിരിക്കുന്നത്, ഇവനിതൊന്നും കുടിക്കില്ല, ഇവനൊക്കെ നല്ല ഗ്ലാസ്സിലും അതുപോലെ തന്നെ നല്ല ഐസും ഇട്ട ജ്യൂസൊക്കെ ഇവൻ കുടിക്കുള്ളൂ, ഷെയ്ക്കൊക്കെ ഇവൻ കുടിക്കാറ്, നല്ല ഫ്രഷ് ജ്യൂസിലൊക്കെ ഇവൻ കഴിക്കാറ് എന്നൊക്കെ ഇങ്ങനെ പറയും. ഗൗതമിന് ദേഷ്യം പിടിച്ചു കേട്ടോ. ഗൗതം എന്ത് ചെയ്യും, വേഗം ആ ജ്യൂസ് കുടിച്ചിട്ട് പറയണേ, എന്തൊരു ടേസ്റ്റാണ് ഈ ജ്യൂസ്. അപ്പോഴേക്കും നിധി പറയണേ, എൻ്റെ വസുന്ധര ആൻറ്റിയുടെ തോന്നലാണ്, ഗൗതമിന് ഈ ജ്യൂസ് മതിയായില്ല. അപ്പോഴേക്കും ഗൗതം പറയണേ, എനിക്കൊരു ക്ലാസ്സും കൂടി കിട്ടിയാൽ നന്നായിരുന്നു. അങ്ങനെ ഈശ്വരിയമ്മ പറയണേ, അതെ ഇത് നാട്ടുംപുറമാണ്, നിങ്ങൾ ഈ പറയുന്ന ഈ കെമിക്കലും കാര്യങ്ങളൊന്നും ഇടാത്ത ആ ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതൊക്കെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നത്, അതുകൊണ്ട് ഇതങ്ങ് കുടിച്ചേക്ക്, ഇതിൻ്റെ ഹെൽത്ത് നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല, ഇത് ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള നല്ല നല്ല വാക്കുകൾ പറയുന്നത് അങ്ങ് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയാതെ വസുന്ധര ആകെ ചമ്മി പോവണിട്ട. വസുന്ധര ആ ഒരു ജ്യൂസ് വേഗം അങ്ങ് എടുത്തു കുടിക്കുകയാണ്. ഇതേ സമയം ഈശ്വരിയമ്മക്ക് തന്നെ ചിരി വരുന്നു. ഇതേ സമയം ശിവാനി ഇങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ ആൻറ്റി ഇവരുടെ അടുത്ത് ആൻറ്റിയുടെ അടവുകളൊന്നും പോവില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ ശിവാനി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ എല്ലാവർക്കും ഓരോ റൂം തരാമെന്നിങ്ങനെ ഈശ്വരിയമ്മ പറയാണ്. ഗൗതമിന് നിധിക്കും ആ റൂമാണ്. ഈ പറയുന്ന ഗൗതമിൻ്റെ അമ്മയെന്ന് പറയുന്നവർക്കില്ലേ, അമ്മയെന്ന് പറയുന്നവർക്ക് എന്ന് പറഞ്ഞിട്ട് ആ റൂമാണ് കേട്ടോ എന്ന് പറയണം. അപ്പോൾ വസുന്ധര എന്തായാലും റെസ്റ്റ് എടുക്കുക, ഇന്നൊരു ദിവസം ഇവിടെ നിന്നേക്കാം, നാളെ പോകാമെന്നൊക്കെ ഇങ്ങനെ കരുതി വസുന്ധര ആ റൂമിലോട്ട് ചെല്ലണ്ട. ഇവരൊക്കെ സന്തോഷവന്മാരാവണം. നിധിയോട് ഗൗതം പറയണേ, നീ പറയുന്നത് പോലെ ഇതൊരു ചെറിയ സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്, എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ കാണാൻ, അതിലും വലിയ സ്ഥലം എന്ന് തന്നെ പറയാം, എന്തൊരു രസമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ നിധിയുമായി ഇങ്ങനെ ചിരിച്ച് കളിച്ച് പോവുകയാണ്. ഈ സമയം വസുന്ധര ആ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു ചെറിയ കട്ടിൽ, ബെഡെന്ന് പറയാനില്ല, ഒരു പായ വിരിച്ചിരിക്കുന്നു. പിന്നീടാണെങ്കിൽ ചുമരൊക്കെ ആകെ അഴുക്ക് പിടിച്ചിരിക്കുന്നു. ഒരു ചുമരിൽ നിന്നാണെങ്കിലോ വലിയൊരു പൊത്ത്, ആ പൊത്തിൽ നിന്നും ഓരോരോ പ്രാണികൾ വരുന്നത് കാണുമ്പോൾ വസുന്ധര ആകെ പേടിച്ച് വിറക്കാണ്. അങ്ങനെ വസുന്ധര അലറുകയാണ്, ഈശ്വരാ ഇത് എലിക്കൂടാണാവോ അതോ പൂച്ചക്കൂടാണാവോ നായക്കൂടാണാവോ പാമ്പും കൂടാണാവോ എന്നൊക്കെ പറഞ്ഞു വസുന്ധര ഓരോ വാക്കുകൾ ഇങ്ങനെ പ്രയോഗിച്ചും കൊണ്ടിരിക്കണം. അങ്ങനെ വസുന്ധര ഇത് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് എൻ്റെ ഗൗതമിനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കാണ്. ഗൗതം ഗൗതം എന്ന് പറഞ്ഞ് വിളിക്കണം. അങ്ങനെ ഗൗതം വരികയാണ് കേട്ടോ. ഗൗതം വന്നിട്ട് തന്നെ എന്തമ്മ എന്ന് ചോദിക്കുമ്പോൾ അതേ ഇത് കണ്ടോ, പാമ്പിൻ്റെ പൊത്താണെന്ന് തോന്നുന്നു, ആ കാണുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിധി വന്നിട്ട് പറയണേ, എൻ്റെ ആൻറ്റി അത് പാമ്പിൻ്റെ പൊത്തൊന്നല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചുമരുകളൊക്കെ മണ്ണ് കൊണ്ട് കട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്, അപ്പോൾ ഓരോരോ ഉറുമ്പുകൾ കൂട് കൂട്ടുന്ന അല്ല ഒന്നുമല്ല, പിന്നെ ആൻറ്റിക്ക് ഇവിടെ AC ഇല്ലാത്ത ബുദ്ധിമുട്ടൊന്നും ആൻറ്റിക്ക് ഇവിടെ വരില്ല, ഇവിടെ ആൻറ്റിയുടെ റൂമിൽ ഉപയോഗിക്കുന്ന ഒരു AC-യേക്കാൾ 10 AC ഇവിടെ വർക്കാവുമെന്ന് പറയുമ്പോൾ വസുന്ധര ഇങ്ങനെ 4 പുറം നോക്കുകയാണ്, എവിടെയാണ് ഇപ്പോൾ AC, ഞാൻ നോക്കുന്നിടത്ത് AC ഒന്നും കാണാനില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ 4 പുറം നോക്കുന്നത് കാണുമ്പോൾ നിധി പറയാം, അത്രയും തണുപ്പാണ്, ആൻറ്റി ഇന്നൊന്നും ഇവിടെ ഉറങ്ങി നോക്ക്, പിന്നീട് ആൻറ്റി ഇവിടുന്ന് പോയില്ല എന്നൊക്കെ നിധി ഇങ്ങനെ കളിയാക്കി പരിഹസിച്ച് ചിരിക്കുമ്പോൾ വസുന്ധരയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും വസുന്ധരയുടെ മുന്നിൽ വെച്ച് ഗൗതം, നിധി നീ വാ, ഇത്രയും സുഖമുള്ള, ഇത്രയും സമാധാനം കിട്ടുന്ന, ഇത്രയും സന്തോഷം നിറഞ്ഞ ഒരു വീട് എവിടെയും ഞാൻ കണ്ടിട്ടില്ല, ഇതിൻ്റെ സുഖം വേറെ തന്നെ, എൻ്റെ വീടൊന്നല്ല, ഒരു വീടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ നിധിയെ. ഇത് കാണുന്ന വസുന്ധരയ്ക്ക് ഒന്നും മിണ്ടാനാവാതെ തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നല്ല രസമുള്ള സീനാണ്. ഇനിയൊക്കെ ഈ ഒരു മുത്തശ്ശി ഒരു പാഠം പഠിപ്പിക്കുകയാണ് വസുന്ധരയെ ഇട്ടിട്ട്. അങ്ങനെ വസുന്ധര തൻ്റെ ആർഭാട ജീവിതം എന്നല്ല ഒരു ജീവിതം എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സീനാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഈ ചാനൽ എപ്പോഴും ഇടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.